ഒപ്പം അതിഥിയായി കേരളത്തിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ചേരുന്നുണ്ട്. സ്വാഗതം മിനിസ്റ്റർ. മിനിസ്റ്റർ, നിലവിൽ കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമമുണ്ടോ? അതെ, വളരെ വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമല്ലേ കേരളത്തിൽ. ഗാർഹികേതര വ്യാവസായിക മേഖലകളുമായി ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് LPG സിലിണ്ടർ കിട്ടുന്നില്ലല്ലോ. അതിനെ സംബന്ധിച്ച് വളരെ പരിമിതമായിട്ടുള്ള എണ്ണമാണല്ലോ ഇപ്പോൾ നിലവിലുള്ളത്. നിലവിലുള്ളതിൽ തന്നെ അത്തരം മേഖലകളിലേക്ക് സിലിണ്ടർ നൽകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഗുരുതരമായ പ്രതിസന്ധി കേരളത്തിലുണ്ടായിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള ഹോട്ടലുകളും സ്ഥാപനങ്ങളും എല്ലാം അടയ്ക്കുന്ന നിലയുണ്ടായിട്ട് ഇപ്പോൾ 2-3 ദിവസമായില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കേന്ദ്ര ഗവൺമെൻറ് ഗാർഹികേതര സിലിണ്ടറുകൾ കൂടുതൽ അനുവദിക്കാനുള്ള നടപടി സ്വീകരിക്കണം, കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അതിനാവശ്യമായ തീരുമാനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. മിനിസ്റ്റർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമുക്കറിയാം, ഇപ്പം നമ്മുടെ കുറേ കടകൾ, ഹോട്ടലുകളൊക്കെ അടച്ചിട്ടുണ്ട്, ഹോസ്റ്റലുകൾ അടയ്ക്കുകയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഒരു പരിഗണനാ പട്ടികയുണ്ട്. ആർക്ക് ആദ്യം നൽകണം? ആശുപത്രികളുണ്ട്, സ്കൂളുകളുണ്ട്, അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. റമദാൻ കാലമാണ്, നോമ്പ് കാലമാണ്, ആരാധനാലയങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകേണ്ടി വരും. അങ്ങനെ ഒരു പരിഗണനാ പട്ടിക സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടോ മിനിസ്റ്റർ? സർക്കാർ അലോട്ട്മെൻറ്റിൽ കുറവ് വന്നപ്പോൾ 20% മാത്രമാണ് ഗാർഹികേതര സിലിണ്ടറുകളുടെ അനുവദനീയമായിട്ടുള്ളൊരവസ്ഥ. അത് കണക്കിലെടുത്തുകൊണ്ട് അതിൽ ആർക്ക് പ്രയോറിറ്റി കൊടുക്കണം അതാണ് നിശ്ചയിച്ചത്. ആ നിശ്ചയിച്ച പ്രയോറിറ്റിയിൽ സ്കൂളുകൾ, ആശുപത്രികൾ, മതസ്ഥാപനങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ഓർഫനേജുകളടക്കമുള്ള അത്തരം യൂണിറ്റുകൾ, അതുപോലെ ജനകീയ ഹോട്ടലുകൾ, സുഭിക്ഷ ഹോട്ടലുകൾ, വിവിധ സർക്കാരിൻ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ക്യാൻറ്റീനുകൾ, ഇങ്ങനെ തുടങ്ങി ശ്മശാനമടക്കമുള്ള മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മുൻഗണനയാണ് ഞങ്ങൾ തയ്യാറാക്കിയത്. അത് കൊടുക്കാനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട കമ്പനികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടായതിൻ്റെ പിന്നിൽ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരമൊരു മുൻഗണനയിലൂടെ മാത്രമേ നമുക്ക് പരിഹാരം, കുറച്ചെങ്കിലും ആശ്വാസം പകരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുള്ളൂ. എന്നുമാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഇത് കാണാതെയുള്ള മറുപടിയല്ലേ പാർലമെൻറ്റ് നടത്തിയത്. ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഓരോ സ്റ്റേറ്റിലും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കാണാതെയാണല്ലോ അദ്ദേഹം പാർലമെൻറ്റിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടെ പ്രസ്താവന. യാതൊരു പ്രശ്നവും രാജ്യത്തില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയല്ലേ. മലയാളിയായിട്ടുള്ള കേന്ദ്ര മന്ത്രി, പെട്രോളിയം വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി സുരേഷ് ഗോപി പോലും ഇത് കാണുന്നില്ല എന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്ന ഒരു അവസ്ഥയാണ് നമുക്കെല്ലാം ഉണ്ടാകുന്നത്. വേറൊരു കാര്യം കൂടി, ഇപ്പം ഈ കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു കാര്യം, ഇത് പാനിക് ബുക്കിംഗ് നടക്കുന്നുണ്ട്. നാളെ ഈ LPG കിട്ടുമോ, പാചകവാതകം കിട്ടുമോ എന്ന് ആ ഒരു ഭയം, ടെൻഷൻ ഉള്ളത് കൊണ്ട് ആളുകൾ കൂട്ടത്തോടെ വാങ്ങുകയാണ്. അങ്ങനെയാണ് ഈ ക്ഷാമം ഉണ്ടാകുന്നത്. സാങ്കേതിക തകരാറ് കാരണം സെർവർ ഡൗൺ ആവുകയാണ്. അതോടൊപ്പം തന്നെ കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, ഇങ്ങനെയുള്ള പരാതികളും വരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ? സ്വാഭാവികമായി പാനിക് സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ബുക്കിംഗ് കൂടിയപ്പോൾ കമ്പനികൾ പറഞ്ഞത് സെർവറിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായതും ആ സെർവറിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചു എന്നും അത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇല്ലെന്നും ആണ് അവർ പറഞ്ഞത്. എന്നാൽ കമ്പനികൾ അത് ക്രമീകരിച്ചാൽ പോലും ഗാർഹിക മേഖലയ്ക്കല്ലേ അതിൻ്റെ പ്രാധാന്യം കിട്ടുകയുള്ളൂ, അതിൻ്റെ പ്രയോജനം കിട്ടുകയുള്ളൂ. ഗാർഹികേതര മേഖല കേരളത്തെ സംബന്ധിച്ച് സർവ്വസ്പർശിയല്ലേ. എല്ലാ മേഖലയിലെയും കേരളത്തിൻ്റെ ജീവിതം എല്ലാ മേഖല എടുത്തു നോക്കിയാലും ഗ്യാസ് സിലിണ്ടറിൻ്റെ അനിവാര്യത, ആവശ്യകത നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഗാർഹികേതര സിലിണ്ടറുകളുടെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള പരിഹാര മാർഗം. അതല്ലാതെ അതിലേക്ക് തീരുമാനമെടുക്കാതെ, നടപടി സ്വീകരിക്കാതെ. കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, കേന്ദ്ര സഹമന്ത്രിയുണ്ട്, തൃശ്ശൂരിൽ നിന്നുള്ള ലോക്സഭാ MP ആയ സുരേഷ് ഗോപി കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം പാചകവാതക വകുപ്പിന്റെ സഹമന്ത്രിയാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച്, കേരളം നേരിടുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചു. മറുപടി എന്താണെന്ന് കേൾക്കാം. പാചകവാതകം ഇല്ലാതായാൽ അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത കുറഞ്ഞു വന്നാൽ പോലും പെട്ടെന്ന് ഫ്ലട്ടർ ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് എല്ലാ രാജ്യത്തും ഉള്ളത്. അപ്പോൾ അത് തരണം ചെയ്യാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി. എല്ലാ
രാജ്യങ്ങളുടെയും നേതാക്കളുമായിട്ട് ഇത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നതിനെ പറ്റി സംസാരിച്ച് ഇതിന് ചില നമുക്ക് ചില ഇളവുകൾ അനുവദിച്ച് തരുന്നതിനും അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കുറച്ചധികം LPG വരാനുള്ള വഴി ഒരുങ്ങുന്നുണ്ട്. ശ്രീ GR അനിൽ, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി. സ്വാഭാവികമായും നമ്മുടെ പ്രയാസങ്ങൾ, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്താണ്, നമ്മുടെ ക്ഷാമത്തിന്റെ കണക്ക് എങ്ങനെയാണ്, നമുക്ക് എത്ര വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനുള്ള ഈസി റൂട്ടാണ് സുരേഷ് ഗോപി. താങ്കൾ സുരേഷ് ഗോപിയുമായി, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുമായി സംസാരിച്ചോ ഈ വിഷയം? കേന്ദ്രമന്ത്രിക്ക് ഞാൻ രേഖാമൂലം കത്ത് അടുത്ത ദിവസം തന്നെ കേന്ദ്രമന്ത്രിക്ക് കൊടുത്തു. പാർലമെൻറ്റ് അംഗങ്ങളിൽ ചിലരോട് നേരിട്ട് സംസാരിച്ചു. കത്തിൻ്റെ കോപ്പി അവർക്ക് അയച്ചു കൊടുത്തു. ശ്രീ സുരേഷ് ഗോപിയോട് സംസാരിക്കാൻ 2 തവണ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു. അദ്ദേഹം തിരിച്ച് റെസ്പോണ്ട് ചെയ്തില്ല. എന്നാൽ കേന്ദ്രത്തിലെ MP-മാരോട് ഈ പെട്രോളിയം വകുപ്പിൻ്റെ മുഖ്യ ചുമതലയുള്ള മന്ത്രിമാരുമായി സംസാരിക്കാൻ പറയുകയും ശ്രീ ജോൺ ബ്രിട്ടാസും അതുപോലെ സന്തോഷ് കുമാറും 2 MP-മാരും സംസാരിച്ചതായിട്ടുള്ള മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. ശരി, വളരെയധികം നന്ദി സൂപ്പർ പ്രൈം ടൈമിൽ അതിഥിയായി ചേർന്നതിന് മിനിസ്റ്റർ.